നിങ്ങളൊരു സ്ത്രീയല്ലേ? നിങ്ങൾക്ക് സ്ത്രീത്വമൊന്നും ഇല്ലേ? നിങ്ങൾ അനവധി കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കുന്നതല്ലേ? നിങ്ങളും ഗർഭപാത്രത്തിൻ്റെ നോവറിഞ്ഞ സ്ത്രീയല്ലേ? RLV കാലകത്തുമ്പോൾ വളരെയധികം അരോചകമാണ്. രാമകൃഷ്ണൻ്റെ സ്ഥാനത്ത് ഞാൻ എൻ്റെ മകനെയാണ് കണ്ടത്. അത് കലാമണ്ഡലം സത്യഭാമയുടെ സ്ഥാനത്ത് ഏത് മഹത്തായ ആ സൗന്ദര്യത്തിൻ്റെ കോളം എടുത്തു മാറ്റിയേ പറ്റൂ. നിറത്തിൻ്റെ പേരിൽ എൻ്റെ മകനും ഞാനും ഒക്കെ ഒരുപാട് വിഷമങ്ങൾ നേരിട്ടിട്ടുണ്ട്. RLV കാലകത്തുമ്പോൾ മാധ്യമപ്രവർത്തകരോട് ഇതുപോലെയുള്ള മീഡിയക്കാരോട് അവർ പ്രസൻറ്റ് ചെയ്യുന്ന വൃത്തികെട്ട രീതിയുണ്ടല്ലോ, അതിൻ്റെ മഹത്വമെങ്കിലും അന്തസ്സെങ്കിലും കാണിക്കണ്ടേ? ദയവ് ചെയ്ത് ഇത്തരം നീചമായ കൃത്യം നിങ്ങൾ ചെയ്യരുത്. പറയേണ്ടതായ രീതിയിൽ പറയേണ്ട പോലെ പറയണം, അല്ലാതെ പെറ്റ അമ്മ സഹിക്കുമോ? നമസ്കാരം. RLV രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. അതിനെതിരെ അതിരൂക്ഷമായി സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ച ഒരാളാണ് എഴുത്തുകാരിയും നടിയും സംവിധായികയുമായ പ്രിയ ഷൈൻ. എന്തായാലും പ്രിയ ഷൈൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, അതിരൂക്ഷമായ ഒരു പ്രതികരണമാണ് RLVക്ക് വേണ്ടിയിട്ട് ചേച്ചി നടത്തിയത്. എന്താണ് ഇത്ര കഠിനമായ ഭാഷയൊക്കെ ഉപയോഗിച്ച് ഇത്ര ഒരു സപ്പോർട്ട് നൽകിയത്? കഠിനമായ ഭാഷ ഉപയോഗിച്ചത് സ്വന്തം ആത്മാവിൻ്റെ സ്പർശം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഞാൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാർ അല്ലെങ്കിൽ കലാകാരികൾ വർഗീയതയുടെ പേരിലും വർണ്ണവെറിയുടെ പേരിലും വംശീയതയുടെ പേരിലും ഒക്കെ ഒരുപാട് അടിച്ചമർത്തലുകൾ അനുഭവിച്ച് വന്നിട്ടുള്ള അവരാണ്. അതിലൊരാൾ ഞാനും കൂടിയാണ്. എൻ്റെ നിറത്തെപ്പറ്റിയും എൻ്റെ കഴിവിനെ പറ്റിയുമൊക്കെ ഒരുപാട് പേര് വിമർശിച്ചപ്പോഴും ഞാൻ എൻ്റെ ആ ഒരു പാതയിലൂടെ മാത്രം മൗനമായി പോയിക്കൊണ്ട് കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ പയറ്റി മുന്നേറി വർഷങ്ങളെടുത്തു ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ. RLV രാമകൃഷ്ണൻ എന്ന് പറയുന്നയാൾ എന്നെപ്പോലല്ല. അദ്ദേഹം മഹാനായ ഒരു കലാകാരനാണ്. നമ്മൾ ചെറിയൊരു കലാകാരിയാണ്, ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം MA മോഹിനിയാട്ടം, MPhil, PhD മോഹിനിയാട്ടത്തിലെടുത്ത ഒരു കലാകാരൻ എന്തായാലും മോഹിനിയാട്ടത്തെക്കുറിച്ച് വളരെ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ്. കലാമണ്ഡലം സത്യഭാമ, RLV രാമകൃഷ്ണൻ, ഇതൊക്കെ അവരുടെ പഠിച്ച നൃത്ത വിദ്യാലയത്തിൻ്റെ പേര് വെക്കുമ്പോൾ അതിൻ്റെ മഹത്വമെങ്കിലും അന്തസ്സെങ്കിലും കാണിക്കണ്ടേ? ശക്തമായ പ്രതികരണമായിരുന്നു. അതെൻ്റെ സ്പർശം ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് ഞാനത് എന്നോട് ചാനലിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എന്താണ് വിഷയം. ഞാൻ ഈ വിഷയം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവർ വീഡിയോ ഇട്ട് തന്ന ആ വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ കണ്ടപ്പോഴേ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. RLV രാമകൃഷ്ണൻ്റെ സ്ഥാനത്ത് ഞാൻ എൻ്റെ മകനെയാണ് കണ്ടത്. നിറത്തിൻ്റെ പേരിൽ എൻ്റെ മകനും ഞാനും ഒക്കെ ഒരുപാട് വിഷമങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശക്തമായി പ്രതികരിച്ചതാണ്. അനുഭവമുള്ളവർക്ക് കാതലായ ഒരു സ്ഥായിയായി പ്രതികരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അങ്ങനെ ഒരു എന്നിലെ സ്വത്വം അല്ലെങ്കിൽ അത് സടകുടഞ്ഞ് എഴുന്നേറ്റതാണ് അത്രയും രൂക്ഷമായി ഞാൻ പ്രതികരിച്ചത്. അത് കലാമണ്ഡലം സത്യഭാമയുടെ സ്ഥാനത്ത് ഏത് മഹത്തായ ഒരു സ്ത്രീ ആയാലും ഞാൻ പ്രതികരിക്കും, പുരുഷനായാലും പ്രതികരിക്കും. പ്രതികരണശേഷി ഉള്ളവരോട് കാലം പ്രതികാരം ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രതികരിക്കുമ്പോഴും നമ്മൾ വളരെയധികം ശത്രുക്കളാകും. പക്ഷേ അതൊന്നും ഞാൻ നോക്കിയില്ല. RLV രാമകൃഷ്ണൻ്റെ സ്ഥാനത്ത് ഏതൊരു വ്യക്തിയായാലും ഇത് തന്നെ ഞാൻ ചെയ്യും. അത് വലിയ രീതിയിൽ വൈറലായി. ഇതിന് ശേഷം പിന്നീടുണ്ടായ പ്രതികരണമൊക്കെ എങ്ങനെ, പോസിറ്റീവായിട്ട് എടുത്തോ അതോ എങ്ങനെയാണ്? പ്രതികരണങ്ങളെല്ലാം പോസിറ്റീവായിരുന്നു ഞാൻ ചെയ്ത പ്രതികരണങ്ങൾ. പക്ഷേ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നൃത്ത അധ്യാപകരായ 2 പേര് വിളിച്ചിട്ട് പറഞ്ഞു RLV രാമകൃഷ്ണനും കലാമണ്ഡലം സത്യഭാമയും തമ്മിലുള്ള പേഴ്സണലായ ഇഷ്യൂസിൻ്റെ പുറത്താണ് സത്യഭാമ അങ്ങനെ പ്രതികരിച്ചത്. RLV രാമകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ കലാഭവൻ മണി സ്വന്തം ചേട്ടൻ പോലും സിനിമാ രംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നില്ല. അപ്പോൾ ചേച്ചി അവർ പുറത്താക്കിയത് ഒരു സവർണ അല്ലെങ്കിൽ ആ ഒരു കളറ്, ആ വിവേചനം, അതാണ് അവർ പബ്ലിക്കായിട്ട് പറയാം. മാഷേ, പറയേണ്ടതായ രീതിയിൽ പറയേണ്ട പോലെ പറയണം, അല്ലാതെ പെറ്റ അമ്മ സഹിക്കുമോ? കാക്കയുടെ നിറമാണ് അവന്. ചാലക്കുടിക്കാരനായ ഒരു കലാകാരൻ, ആ ഒരു കലാകാരൻ RLV കാലകത്തുമ്പോൾ വളരെയധികം അരോചകമാണ്. മാർക്കിടാൻ വരുന്ന ജഡ്ജസ് പുരുഷന്മാർ കാലകത്തുമ്പോൾ കാലിൻ്റെ ഇടയിലേക്കല്ല നോക്കേണ്ടത്, അവർ ചെയ്യുന്ന നൃത്തമാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. RLV രാമകൃഷ്ണൻ എന്ന് പറയുന്നയാളുടെ കളറല്ല ശ്രദ്ധിക്കേണ്ടത്, അത് ശ്രദ്ധിക്കേണ്ടത് അവരുടെ കഴിവാണ്. ഇതിന് ശേഷം RLVയുമായിട്ട് ഒരു അഭിമുഖമൊക്കെ നടത്തുന്ന കണ്ടായിരുന്നു. അപ്പോൾ RLV എന്താണ് പറഞ്ഞത്? RLV രാമകൃഷ്ണനെ കുറിച്ചുള്ള അഭിമുഖം നടത്തുന്ന തീറ്ററപ്പായി എന്ന് പറയുന്ന സിനിമ
സിനിമയുടെ ആ ഒരു കാലഘട്ടത്തിലാണ്. ഞാൻ ഇപ്പോഴൊന്നുമല്ല. അത് ഇപ്പം ഞാനത് എടുത്ത് റിലീസ് അല്ലെങ്കിൽ ഒന്നും കൂടി ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ചേട്ടൻ്റെ ആ ഒരു കലാവൈഭവം. അല്ലാതെ ചേട്ടൻ ഇദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ട് വന്നില്ല എന്നൊന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളില്ല. ജനങ്ങൾക്ക് ബോധ്യം വരാൻ വേണ്ടിയ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എടുത്തതാണ് ആ ഇൻ്റർവ്യൂ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് അവഹേളനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് അവഹേളനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഞാൻ ചോദിക്കട്ടെ, കലാമണ്ഡലത്തിലുള്ള കലാമണ്ഡലത്തിൽ ഇന്നലെ എന്നോട് നൃത്ത അധ്യാപകർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കലാമണ്ഡലത്തിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ സൗന്ദര്യമില്ലാത്തവരെ അവർ കയറ്റത്തില്ല. കലാമണ്ഡലത്തിലെ അധ്യാപകരോട് പറയാണ്, ദയവ് ചെയ്ത് ഇത്തരം നീചമായ കൃത്യം നിങ്ങൾ ചെയ്യരുത്. കലാമണ്ഡലത്തിൽ ആണായാലും പെണ്ണായാലും പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ അവരുടെ കളറോ കാലോ സൗന്ദര്യമോ ഒന്നും അല്ല നോക്കേണ്ടത്, അവരുടെ കഴിവാണ് നോക്കേണ്ടത്. ഇത്തരം നീചമായ നിഷ്ഠൂരമായ ഇങ്ങനെ ഒരു ആചാരം നിലവിലുണ്ട് എന്നറിഞ്ഞത് ഞാൻ ഇന്നലെയാണ്. അതുകൊണ്ട് എനിക്ക് ശക്തമായി മറുനാടൻ മലയാളിയിലൂടെ, നിങ്ങൾ സത്യത്തിൻ്റെ ഭാഷയിലാണ് നിങ്ങൾ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും, അതുകൊണ്ട് തന്നെയാണ് മറുനാടൻ മലയാളിയിൽ ഇത് ഞാൻ പറയാമെന്ന് വെച്ചത്. ഇലക്ഷന് മുമ്പ് യുവജനോത്സവത്തിലും യൂത്ത് ഫെസ്റ്റിവലുകളിലും ഒരു കോളം വെച്ചിട്ടുണ്ട് സൗന്ദര്യത്തിന്. ആ സൗന്ദര്യത്തിൻ്റെ കോളം എടുത്തു മാറ്റിയേ പറ്റൂ. ശക്തമായി ഞാൻ പറയുകയാണ്, യുവജനോത്സവ കോളങ്ങളിൽ അല്ലെങ്കിൽ മത്സര കോളങ്ങളിൽ സൗന്ദര്യത്തിന് ഒരു കോളം വെക്കാൻ പാടില്ല. ഇനിയും RLV രാമകൃഷ്ണന്മാർ മുറിപ്പെടും. ഇതുപോലെയുള്ള ആ വ്യക്തി മുറിപ്പെട്ടതുപോലെ ഒരുപാട് കലാകാർ മുറിപ്പെടും. ഒരു ഉദാഹരണവും ആ ടീച്ചേഴ്സ് ഇന്നലെ പറഞ്ഞു. ഒരു കുട്ടിയെ കൊണ്ട് അവരുടെ അടുത്ത് ആദ്യമായി നൃത്തം പഠിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ, ഈ വെക്കേഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യപ്പോൾ വരുവാണല്ലോ ഏപ്രിലും മെയ്യും, കൊണ്ടുവന്നപ്പോൾ അവർ ചെവിയിൽ വന്ന് ചോദിച്ചു, എൻ്റെ കൊച്ചിന് കറുപ്പ് കളറാണ്, പക്ഷാഭേദം കാണിക്കില്ലല്ലോ അല്ലേ എന്ന്. ആ അധ്യാപകർ പറഞ്ഞത് അവർ നൊന്തുപോയെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് സത്യഭാമ പറഞ്ഞത് ശരിയല്ലേ ചേച്ചി എന്ന്. സത്യഭാമ പറഞ്ഞത് ശരിയല്ല, അതിനി വിഷം കൊണ്ട് തന്ന് സോക്രട്ടീസിന് തന്ന പോലെ എന്നെ പിടിച്ച് കുടിപ്പിക്കാൻ നിന്നാൽ സത്യഭാമ പറഞ്ഞത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. അവർക്ക് പറയാമായിരുന്നു കറുപ്പ് നിറത്തിലുള്ളവരോട് അവഗണനയും അധിക്ഷേപങ്ങളും അവരെ ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് കലാരംഗത്തല്ല നൃത്തരംഗത്തുള്ളത് എന്ന് അവർക്ക് പറയാമായിരുന്നു. അല്ലാതെ ഇതുപോലൊരു തേജോവധം ചെയ്തത് വളരെ മ്ലേച്ഛമായിപ്പോയി. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, നിങ്ങൾ ഇലക്ഷന് ഞങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങളെ ജയിപ്പിക്കുന്നത് ഞങ്ങളുടെ നൊമ്പരങ്ങൾ ഞങ്ങൾക്ക് സേവനം ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ആ സൗന്ദര്യത്തിൻ്റെ കോളം നിങ്ങൾ എടുത്ത് മാറ്റിയേ ഞാൻ അപേക്ഷിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഇത്തിരി ശബ്ദമുയർത്തി പറയുകയാണ്, ആ സൗന്ദര്യത്തിൻ്റെ കോളം നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട കഴിവുള്ള കലാകാരന്മാരുടെ കഴിവുകളെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ജഡ്ജ്മെൻറ്റ് കുശുകുശുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് മണിക്കൂറുകളോളം മേക്കപ്പിട്ട് ആ കുഞ്ഞുങ്ങൾ അവരുടെ ജന്മവാസനകളെ പരിപോഷിപ്പിക്കുവാനായി മണിക്കൂറുകൾ വെള്ളം പോലും കുടിക്കാതെ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്തിട്ട് കുനിഞ്ഞ ശിരസമായി പോകുന്ന ആ ഒരു സൗന്ദര്യമില്ല എന്ന പേരിൽ അങ്ങനെ കുനിഞ്ഞു പോകുന്ന ആ ഒരു പ്രവണത ഇല്ലാതാവണമെങ്കിൽ സൗന്ദര്യം എന്ന കോളം അല്ലെങ്കിൽ അഴകളവുകളല്ല, സൗന്ദര്യം എന്ന കോളം തീർച്ചയായിട്ടും എടുത്തു മാറ്റിയേ പറ്റുള്ളൂ. ഏത് രാഷ്ട്രീയ പ്രമുഖനായാലും ഇത് ശ്രദ്ധിച്ചിട്ട് കുറേയധികം കലാകാരെ വിളിച്ചുകൂട്ടി അവരുടെ പൊതുവായ ഒരു അഭിപ്രായം ആരാഞ്ഞ് ആ കോളം എടുത്ത് മാറ്റിയാൽ ഇതുപോലെയുള്ള കുറേയധികം സത്യഭാമമാർ കുറച്ചൊന്ന് ഉൾവലിയും. ഈ സത്യഭാമ തന്നെ ഇത്രയധികം വേദനയും നൊമ്പരങ്ങളും വ്യഥകളുമായി നിന്ന് ചോദ്യം ചെയ്തിട്ട് പോലും അവർ മുട്ടുമടക്കിയിട്ടില്ല. മാധ്യമപ്രവർത്തകരോട് ഇതുപോലെയുള്ള മീഡിയക്കാരോട് അവർ പ്രസൻറ്റ് ചെയ്യുന്ന വൃത്തികെട്ട രീതിയുണ്ടല്ലോ, അതിൽ നിന്നും മാത്രം നമുക്ക് ആ സ്ത്രീയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മീഡിയക്കാരാണ് നമ്മളെ വളർത്തുന്നതും തളർത്തുന്നതും ഒക്കെ. അവർ കഷ്ടപ്പെട്ട് വളരെയധികം യാതനകൾ സഹിച്ച് ദൂരങ്ങൾ താണ്ടി അല്ല അടുത്തുള്ളവരായാലും നിങ്ങളുടെ മുമ്പിൽ മൈക്കുമായിട്ട് നിൽക്കുമ്പോൾ അവരോട് ആക്രോശിക്കുന്ന നിങ്ങളുടെ വൃത്തിഹീനമായ നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങൾക്ക് സ്ത്രീത്വമൊന്നും ഇല്ലേ? നിങ്ങൾ അനവധി കുഞ്ഞുങ്ങളെ നിങ്ങൾ പഠിപ്പിക്കുന്നതല്ലേ? നിങ്ങളും ഗർഭപാത്രത്തിൻ്റെ നോവറിഞ്ഞ സ്ത്രീയല്ലേ? ഇത്തരത്തിൽ ഒരു കോളം ഉണ്ടെങ്കിൽ, അതായത് സൗന്ദര്യത്തിനായി ഒരു പ്രത്യേക കോളം ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണമെന്നുള്ളൊരു ആവശ്യമാണ് കലാകാരിയായ പ്രിയ ഷൈന് പറയാനുള്ളത്. കൊച്ചിയിൽ നിന്നും PT ഉല്ലാസിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.